നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 26-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദത്തിലായിരിക്കാം. 26-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 26 വായിച്ചു. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. നിന്റെ ദയ എന്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു.
ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എൻ്റെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലിന് സമുദ്രത്തിൽ നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, വലിയവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് സമാരാധനയ്ക്കായിട്ട് കർത്താവിന്റെ ജനം കൂടി വന്നിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ട ജനം കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മക്കൾക്ക് വേണ്ട നന്മകളൊക്കെയും സ്വർഗത്ത് നൽകി തരുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നാമത്തിൽ മുഖത്തിനായി തീർക്കണമേ. വായിച്ച സങ്കീർത്തനായ സ്തോത്രം, കടന്ന ജലത്തിനായ സ്തോത്രങ്ങൾ, ആവശ്യങ്ങളൊക്കെയും നിവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഒരു നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പാടുക നീ മനമേ എൻ പരനെ, പാടുക നീ മനമേ, പാടുക നീ മനമേ എൻ പരനെ, പാടുക നീ മനമേ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. ഇതാ പുതിയൊരു ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരാധിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ പ്രാരംഭമായിട്ട് നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അതായത് ഒരു ഭവനത്തിൽ, ഒരു ധനികന്റെ ഭവനത്തിൽ കർത്താവിനെ വിളിച്ചു. അവിടെ വന്നപ്പോൾ ധനികൻ ഒന്നും ചെയ്യാതിരുന്നില്ല, വേണ്ടതെല്ലാം ചെയ്തു. വീഞ്ഞ്, അപ്പം, പിന്നെ അത് കർത്താവിന് വേണ്ട സകല മാംസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അവിടെ ഒരുക്കി. ഇതെല്ലാം ഒരുക്കിയെങ്കിലും അവിടെ നീതീകരിക്കപ്പെട്ടവൾ മറിയയാണ്. കാരണം ആ ഭവനം, അവൾ ആ ഭവനത്തിലെ അല്ല. അവൾ ദൂരത്തു നിന്ന് നോക്കി അടുത്ത് വന്നു. അടുത്ത് വന്നതിന് ശേഷം കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാല് കഴുകി, തലമുടി കൊണ്ട് തോർത്തി, തൈലം പൂശി, ചുംബിച്ചു. ഇതോടുകൂടി കർത്താവ് അവളിൽ പ്രസാദിച്ചു. ഇത് രണ്ടിൻ്റെയും തമ്മിൽ വ്യത്യാസമാണ്. രണ്ട് കൂട്ടരും ചെയ്തു. കൂടുതൽ പൈസ മുടക്കിയതാരാ? കാളയെ അറുത്തതും മൃഗങ്ങളെ അറുത്തതും ആ വേണ്ട ചിലവ് മേത്തരമായി വീഞ്ഞു കൊണ്ടുവന്ന് കർത്താവിന് മുമ്പിൽ വെച്ചതും അത് കുടിച്ചതൊക്കെയും ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ്, ധനവാനാണ്. പക്ഷെ ദൈവം പ്രസാദിച്ചു ഉള്ളിലോ എന്താ കർത്താവ്? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞ കേട്ടപ്പോഴേ പറഞ്ഞല്ലോ, പാപികളെ രക്ഷിക്കാനാവും വന്നത്. അത് ശരി. അതെന്ത് എല്ലാ പാപികളും രക്ഷപ്പെടാത്ത? പാപികളെ രക്ഷിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് എല്ലാ പാപികളും രക്ഷപ്പെടാത്ത എന്താ? ഇന്നും എണ്ണമറ്റ പാപികൾ കിടന്ന് മരിച്ചു പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല വചനം പറയുന്നത്. അവൻ തൻ്റെ തനിക്കുള്ളവരെ വീണ്ടെടുക്കാനാണ് ലോകത്തിലേക്ക്. ആരെ വീണ്ടെടുക്കാൻ? ശരി, അവൻ കഷ്ടം അനുഭവിച്ചതിനാ? അവൻ കഷ്ടം അനുഭവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? തൻ്റെ ജനത്തിന്റെ അകൃത്യ നിമിത്തം അവൻ ദണ്ഡനം വന്നു എന്ന് അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അപ്പോൾ അവന് കഷ്ടം വന്നത് ആരുടെ കുറ്റ നിമിത്തം? ആരെ? തൻ്റെ ജനത്തിന്റെ. അങ്ങനെ ഒരു കൂട്ടമുണ്ട്. കുരിശിൽ കിടക്കുമ്പോൾ ഒരുത്തും പറയാ, ആദ്യമേ രണ്ടുപേരും കൂടെ പരിഹസിച്ച്, നീ ദൈവത്തിനെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങളെ ഇറക്ക് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ സംഗതി മരണത്തോടെ എടുത്തപ്പോഴത്തേക്കും ഒരുത്തൻ മാറി.
ഒരാൾ മാറി. വീണ്ടും മറ്റവൻ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ, കള്ളം പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ ശാസിച്ചു. ഇനി ജീവിതം അധികം സമയമില്ല, മരണത്തിലേക്ക് വരാൻ പോവാ. അപ്പോ അവൻ തിരിഞ്ഞു പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തു. കർത്താവ് വചനം പറയുന്നത് മറ്റവൻ എന്തും പറയട്ടെ, ഈ ലോകത്തിൽ ജനിക്കുന്ന ജനനത്തിൽ തന്നെ ഒരു കൂട്ടരാണ് യേശുവിനുള്ളത്. അല്ലാതെ വചനം പറയുന്നതാ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന്. ഈ ലോകത്തിലുള്ള എല്ലാവരും നമുക്കുള്ളവരാണോ? അല്ല. വചനം പറയുന്നതാ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ഈ ലോകത്തിലുള്ള സകല ഈ 1000 കോടി ജനം ഉണ്ടെങ്കിൽ 1000 കോടി ജനമൊന്നും ഇതിനകത്ത് വരില്ല. അത് അതിൻ്റെ പിന്നീടുള്ള ചരിത്രം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ അത് എന്തുകൊണ്ടാണെന്നുള്ളൂ. അപ്പോൾ ദൈവത്തിന് പക്ഷപാതം ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരും. അതിനൊക്കെ മറുപടി വേറെ. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ പോരാ. എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ജനത്തിൻ്റെ അകൃത്യമാണ്. അതായത് ഒരു ദൈവം കണ്ടിട്ടില്ലാത്ത ഒരാൾ, ദൈവം കണ്ടിട്ടുള്ള ഒരാൾ, ഇവർ രണ്ടുപേര് നോക്കുക. രണ്ടുപേരും ഒരുപോലെ പാപം ചെയ്യുക. പക്ഷെ യേശു ക്രൂശിന് വേദന എടുക്കാതെ ആര് പാപം ചെയ്യുമ്പോഴാണ്? ദൈവത്തിനുള്ളവൻ പാപം ചെയ്യും. അതുകൊണ്ടാണ്. അല്ലാത്തവൻ എന്ത് ചെയ്താലും യേശുവിനെ ബാധിക്കുന്നില്ല. കാരണം ജാത്യ പിടിപെട്ട് നശിക്കാൻ പറഞ്ഞ ജന്തുക്കളെ പോലെ നശിച്ചു പോകേണ്ടതാണ്. എന്നാൽ ഇതങ്ങനെയല്ല. പിന്നെയോ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജനം നിന്റെ അകൃത്യ നിമിത്തം, നിന്റെ പാപ നിമിത്തം നീ എന്നെ കഷ്ടപ്പെടുത്തിയെന്ന. ദൈവം കഷ്ടപ്പെടുന്നത് ആരുടെ പാപ നിമിത്തമാണ്? തൻ്റെ ജനത്തിന്റെ പാപം. അപ്പൊ യേശു വന്നത് എന്തിനു വേണ്ടി? തൻ്റെ ജനത്തിന്. കഷ്ടപ്പെട്ട ആർക്ക് വേണ്ടി? ഇതിപ്പോ പോയതിനു ശേഷം വരുന്ന ആർക്ക് വേണ്ടിയിട്ടാ? തൻ്റെ സ്വന്തം ജനം, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി വരും. അപ്പൊ ഇത് ലോകത്തിലേക്ക് യേശു വന്നത് ആർക്ക് വേണ്ടിയിട്ടാ? തൻ്റെ ജനത്തിന് വേണ്ട. ഈ തൻ്റെ ജനത്തെ എങ്ങനെ അറിയും? തൻ്റെ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം ഇതിൽ ഏതാ തൻ്റെ ജനം? ഈ ചെല്ലാൻ ദേശത്താണെങ്കിൽ എത്രയോ അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളെ മുട്ടിട്ട് നടക്കാൻ പാടില്ല. ഇതിൽ തൻ്റെ ജനം ഏതാ? ദൈവത്തിൻ്റെ ജനം ഏതാ? അതിനാണ് അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ ഏതാ? അടയാളങ്ങൾ. അതായത് മനുഷ്യന്റെ പ്രവൃത്തിയെ മുഴുവനും യഹോവയുടെ കണ്ണ് എല്ലായിടത്തും അവന്റെ പ്രവൃത്തിയെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. സകല പ്രവൃത്തി ശോധന ചെയ്യുക. സകല പ്രവൃത്തി ശോധന ചെയ്തതിന് ശേഷം ദൈവത്തിന്റെ ജനത്തിന് മാത്രമുള്ള ഒരു പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രന്റെ സ്വഭാവമാണ്. തൻ്റെ പുത്രന്റെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. തൻ്റെ പുത്രന്റെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ദൈവം ശ്രദ്ധിക്കും. അതാ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നല്ല അംശം എന്ന് പറയുന്നത്. ലോകത്തിൽ മനുഷ്യന്റെ സ്വഭാവം ഇഷ്ടം പോലെയാ, പക്ഷെ അതിനകത്ത് ഏതുണ്ട്? നല്ല അംശമുണ്ട്. ഈ മുഴുവൻ മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്നും നല്ല അംശം തൂക്കിയിടുക. ഈ നല്ല അംശം ആര് സ്വീകരിക്കുന്നുവോ അവിടെ ദൈവം ശ്രദ്ധിക്കും. അത് പുറപ്പെട്ടു വരുന്നത് അഭിനയിച്ചല്ല, പിന്നെയോ വേറെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുമല്ല. പിന്നെ എങ്ങനെയാ? തന്നെ വരുക. കാരണം ഈ ദൈവം കണ്ട ജനത്തിന്റെ മാത്രം പ്രത്യേകത ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ വിശ്വാസത്തിൽ തന്നെ ഉള്ളത് നമ്മൾ പഠിച്ചു. ദൈവസ്ഥലത്തിൽ മുട്ടുകളെ മടക്കി പാപം നിമിത്തം എൻ്റെ കുറവ് ദൈവമേ, ഇതിൻ്റെ കുറ്റം നിമിത്തം ഒരു തുള്ളി കണ്ണുനീരൊന്ന് വരുത്താവോ? വരും. അത് അടയാളമാണ്. അത് ആരുടെ സ്വഭാവമാണ്? ദൈവത്തിന്റെ ജനത്തിന്റെ സ്വഭാവം. ബാക്കിയുള്ളവർക്ക് വരില്ല. ഈ ശിവൻ വിചാരിച്ച് അവൻ കാളയെ ഇറക്കും, അവൻ ആടിനെ ഇറക്കും, അവൻ വേണമെങ്കിൽ വീഞ്ഞ് തരും, കോടിക്കണക്കിന് രൂപയും കൊടുക്കും, എന്ത് വേണമെങ്കിലും കൊടുക്കും. പക്ഷേ അവന് ഇന്ന് വരെ ഇതെല്ലാം നീ ചെയ്തു, പക്ഷെ നീ കർത്താവ് പ്രതീക്ഷിക്കുന്നത് ചെയ്തില്ല. ഏത് ചെയ്തില്ല?
ദൈവപുത്രന്റെ സ്വഭാവം ഇതുവരെ കാണിച്ചില്ല. ഈ ലോകത്തിൽ വരുമ്പോൾ ദൈവജനത്തിനൊരു സ്വഭാവമുണ്ട്. അതിലാണ് കർത്താവ് ദൃഷ്ടി വയ്ക്കുന്നത്. അത് കാണിച്ചു കഴിഞ്ഞാൽ വിടുതലുള്ളൂ. അതൊരിക്കലും അവൻ്റെ കണ്ണിൽ നിന്ന് വരില്ല. എന്നാൽ ദൈവം മുൻകണ്ട ജനം തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അരുതാത്തൊരു നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ വാള, അരുതാത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ കെട്ടിപ്പോലെ കിടക്കും. പിന്നെ അത് അഴിയണമെങ്കിൽ കർത്താവിന്റെ കരയിൽ എന്തൊരു കരയണമെന്നറിയോ? മറ്റോ എന്തും പറയും, എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും, ആർക്കും ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്താലും അത് തന്നെ ബാധിക്കുന്നില്ല. അത് ലോകത്തിന്റെ ഗതി. പക്ഷെ ദൈവത്തിന്റെ ജനത്തിന് അങ്ങനെയല്ല. ദൈവത്തിന്റെ ജനത്തിന് മാത്രമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. കാളയിറക്കാനല്ല പറഞ്ഞേ. പിന്നെയോ മാനസാന്തരമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ജനമാണെങ്കിൽ അതിന് കാണിക്കുന്ന അടയാളമുണ്ട്. ആ അടയാളമാണ് കർത്താവ് നോക്കുന്നത്. അതിലേറ്റവും വലിയ അടയാളമാണ് ഏതെന്നറിയോ? അതിലേറ്റവും വലിയ അടയാളമാണ് കടപ്പാട് വന്നു കഴിഞ്ഞാൽ ദൈവജനത്തോട് പറഞ്ഞ വാക്കെന്നാണെന്നറിയോ? നിങ്ങൾ ആരോടും കടപ്പെട്ടിരിക്കരുതെന്ന്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കടമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ജനത്തിന് ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവരോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാന്ന്. എന്ത് ചെയ്യരുത്? ആ വചനം അറിയാൻ പാടില്ലേ? നമുക്ക് കടപ്പെട്ടിരിക്കാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഏത് കാര്യത്തിൽ? സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിലും നിങ്ങൾ കടപ്പെട്ടിരിക്കരുത്. സ്നേഹത്താൽ കടപ്പെടാം. ബാക്കി ഒരു ഒറ്റ മനുഷ്യനോട് എന്ത് ചെയ്യരുത്? കടപ്പെടരുത്. ദൈവത്തിന്റെ ജനത്തിലുള്ള കാര്യം എന്താ? ദൈവജനം കടപ്പെട്ടാലുള്ള കുഴപ്പം എന്താ? ദൈവത്തിന്റെ ആത്മാവ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരോടും കടപ്പെടരുത്. കാരണം ദൈവജനത്തോടെ പറഞ്ഞിരിക്കുന്നത്, മറ്റവരോടല്ല. അതിന്റെ കാരണം എന്താ? വചനം പറയുന്നത് ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, ഉറക്കെ പറ, തിരികെ കൊടുക്കുന്നില്ല. ഓർക്കാഞ്ഞിട്ടാ. ഒരാളോട്, സഭയിൽപ്പെട്ട ഒരാളോട് തന്നെ കുറിച്ച് ഒരാൾ ചോദിച്ച് ഇച്ചിരി പൈസ ചോദിച്ചപ്പോൾ, ചേട്ടാ അതെ ഇന്നാളൊരു 750 രൂപ മേടിച്ചായിരുന്നു, അത് ഇതുവരെ തന്നില്ലായിരുന്നു, പിന്നെയും ചോദിക്കുക. ഞാൻ പൈസ തരാം. ഒരു കുറക്കണില്ലേ എഴുതിച്ച്. ഓ, എന്നാലും സഹോദരൻ ഇത്രയും നാളത് മനസ്സിൽ വെച്ചോണ്ടാണെന്നല്ലോ. തെറ്റുകാരനാരായി? ഇത്രയും നാൾ ഇത് വെച്ചോണ്ടല്ലേ ഈ തിരുവതാര ശുശ്രൂഷയൊക്കെ എടുത്ത്? ഇത്രയും നാളിലെ ഈ ആരാധിച്ചത് തെറ്റാരായി? പ്രശ്നമായി. കാരണം ഇവൻ നുണ പറഞ്ഞാൽ ഇയാൾ മറന്നുപോയി. എന്താ ഓർക്കുന്നത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഇരിക്കാം. ദുഷ്ടൻ എപ്പോഴും തനിക്ക് ആരെങ്കിലും 10 പൈസ തരാനുണ്ടെങ്കിൽ മറക്കില്ല. തനിക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലോ പറ, കുറ്റമല്ല. അവൻ്റെ ഹൃദയത്തിൽ ദുഷ്ടതയുള്ളവൻ്റെ പ്രത്യേകതയാണ് താൻ ആർക്കെല്ലാം കൊടുക്കാനുണ്ടോ സുഖമായിട്ട് എടുത്താവും, ഒരു പ്രശ്നമില്ല. പക്ഷെ തനിക്ക് ആരെങ്കിലും തരണ്ടെങ്കിലോ കൃത്യമായിട്ടോ. മറിച്ച് നീതിമാനാണെങ്കിൽ അവൻ ആർക്കെങ്കിലും ലോകത്തിൽ, അതായത് ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ്. എന്താണെന്നറിയാമോ? അവൻ പോകുന്ന വഴിക്ക് നല്ല വെയിൽ കണ്ട് പോവുക. നല്ല വെയിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു മരം നിൽക്കുന്നു, നല്ല തണലുള്ളൊരു മരം. ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കുറച്ചു നേരം കയറി നിന്നു. ഒരാശ്വാസം, നല്ല കാറ്റുമൊക്കെ കിട്ടി. അവൻ്റെ ജീവിതത്തിലും മാർക്കില്ല. ആരുടെ പ്രത്യേകതയാണ്? ദൈവജനത്തിൻ്റെ, നീതിമാന്റെ പ്രത്യേകതയാണ്. അവന് ലോകത്തിന് ആർക്കെങ്കിലും 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അവന് ഉറക്കമില്ല, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, സ്വസ്ഥതയില്ല. പക്ഷെ അവൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലോ മറന്നു. അത് ശ്രദ്ധിക്കില്ല. അത് നീതിമാന്റെ. ഇത് രണ്ടും രണ്ട് വശമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ നീതിമാനോ കൃപാലുവായി
വായ്പ ദാനം ചെയ്തു. കാരണം അവന് കിട്ടാനുള്ളതല്ല ഒരു പ്രശ്നമല്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ മറ്റുള്ളവർക്ക്, നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ആർക്കും കടപ്പെട്ടിരിക്കാൻ അവൻ്റെ മനസ്സനുവദിക്കുന്നില്ല. എന്തായാലും കാരണം ഇങ്ങനെയാണ് കർത്താവ് വെച്ചിരിക്കുന്ന ഒരടയാളം. ആരുടെ അടയാളം? അവർക്ക് പറ. ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തനിക്കുള്ളതാണോ എന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് ചെയ്യുന്ന ഒരടയാളം. അത് ഏതടയാളം? അവിടെയാണ് അത്. ഇവന് ജീവിതം മുഴുവനും കടം പ്രശ്നം. വിശ്വാസത്തിലേക്ക് കർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് ആ കടമൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊടുക്കും. കടമൊക്കെ മാറ്റിക്കൊടുക്കും. ഇവനൊരു രോഗം ഉണ്ടായിരുന്നു ജീവിതത്തിന് ഇന്ന് വരെയും പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത, എല്ലാവരും പറയാൻ കൊള്ളില്ലാത്ത അതൊരു രോഗമാണ്. ആ രോഗം കർത്താവ് കൊണ്ടുവന്നു അതങ്ങ് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ ജനം അവൻ അവിടെ നിൽക്കുക. എന്താ കാരണം? അവനെ കെട്ടിയതുപോലെ നിൽക്കുക, പോകാൻ കഴിയുന്നില്ല. എന്താ? അവൻ ആരോട് കടപ്പെട്ടിരിക്കുന്നു? ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഉന്നത പദവിയിലാണെങ്കിലും നയമാൻ കുഷ്ഠരോഗിയാണ്. എവിടെ ചെന്നാലും എത്ര മാന്യനായാലും കൈ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കും. എത്ര മാന്യനായാലും ഇപ്പം രാജാവാണെങ്കിൽ തന്നെ കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊന്ന് നോക്കും. എവിടെ ചെന്നാലും അതൊരു കുറവാണ്. തൻ്റെ ജീവിതത്തിൽ അപമാനവും ഭാരവും വേദനയും ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരിക്കലും വാർത്ത കേട്ടത്. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുത്ത് നിന്ന് കുഷ്ഠരോഗം മാറി കിട്ടുന്നു. ആ വാക്കും കേട്ടുകൊണ്ട് വന്നു. അവിടെ വന്ന് ആദ്യമൊക്കെ മറുത്തെങ്കിലും അവിടെ വന്ന് കുഷ്ഠരോഗം സൗഖ്യമായി കഴിഞ്ഞപ്പോഴേക്കും എലീശ പ്രവാചകൻ്റെ അടുത്ത് വന്നതിന് ശേഷം നയമാൻ പറഞ്ഞു, ഇസ്രായേലിലല്ലാതെ വേറെ ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയും. ഇസ്രായേലിലെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഞാൻ അറിയും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം വാങ്ങണമേ. എലീശ പ്രവാചകൻ പറഞ്ഞ് ഇപ്പോഴത്തെ കാലമായിട്ടൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. കഴിഞ്ഞ ഒരു റേറ്റ് നിങ്ങൾ യൂട്യൂബിൽ കേട്ടായിരുന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് 15,000 രൂപ. ഓരോന്നിനും ഓരോ റേറ്റാ. എലീശ പ്രവാചകൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, നിന്റെ കയ്യിൽ നിന്ന് ഞാനൊന്നും മേടിക്കില്ല. എൻ്റെ ഉത്തരവാദിത്വം തീർന്നല്ലോ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വേണ്ട, അവനങ്ങ് പോവാം. പക്ഷെ പോകാൻ പറ്റുന്നില്ല. അവൻ നിന്നെടുത്ത് നിന്ന് കറങ്ങുക. ആരായിട്ട്? ഈ പ്രവാചകന്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ കഴിയുന്നില്ല. കാരണം കെട്ടിയിട്ടതുപോലെയാ. ഇത് ആരുടെ ലക്ഷണം? പറഞ്ഞ ആരുടെ ലക്ഷണം? ദൈവം മുൻകണ്ട ജനത്തിന്റെ ലക്ഷണമാണ്. അവന് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു, ഒരു സൗമ്യമായിട്ട് അവനോട് സ്നേഹത്തോടെ പെരുമാറിക്കോ, ആയുഷ്കാലത്ത് അവൻ മറക്കില്ല. കർത്താവ് അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, അവന് നിങ്ങളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവന്റെ മരണം വരെയും അവന് മറക്കില്ല. ദുഷ്ടനാണെങ്കിൽ എന്ത് ഉപകാരം ചെയ്താലും എന്തെല്ലാം ചെയ്താലും അത് അവസാനം അത് കണിയായിട്ട് തീരും. എന്തെങ്കിലും തിരിച്ചു ഉപദ്രവിച്ചിട്ടേ പോകും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെങ്ങനെയാ? ഇത് അവന്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കി കൊടുത്തു, ജീവിതത്തിലെ അപമാനം മാറി. ഇന്ന് ശരീരം എങ്ങനെയായിരിക്കുന്നത്? അതെ, ബാലന്റെ ശരീരം, കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ ശരീരം ഇരിക്കണേ. ഇന്ന് ആകെ മാറി. പെട്ടെന്ന് ജീവിതത്തിലൊരു മാറ്റം വന്ന് തൻ്റെ ജീവിതത്തിലുണ്ട് അപമാനം നീങ്ങിപ്പോയി. കാശ് കൊടുത്തിട്ടാണ് ഇവർ ഇദ്ദേഹം മേടിക്കുന്നുമില്ല. ഇപ്പൊ കാശിന് ലാഭം. വീട്ടിലേക്ക് പോയാൽ മതി, പക്ഷെ അവന് പോകാൻ കഴിയുന്നില്ല. ഇദ്ദേഹം കൊടുത്തിട്ട് മേടിക്കുന്നില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് അവസാനം എന്ത് ചെയ്യണം? അവൻ്റെ മനസ്സിന് സ്വസ്ഥത വേണ്ടേ? മനസ്സിന് സ്വസ്ഥത വേണം. തിരിച്ചു ചെന്നു പ്രവാചകന്റെ അടുത്ത് ചെന്നു, എങ്കിലും ഒരു കാര്യം ചെയ്യണം.
ഞാൻ എൻ്റെ ദേശത്ത് ഇത്രയും നാൾ ഞാൻ വിഗ്രഹത്തെ ആരാധിച്ചവനാണ്. ഇനി സൈന്യങ്ങളുടെ ദൈവത്തെ അല്ലാതെ ഞാൻ ആരാധിക്കില്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെ അല്ലാതെ ഞാൻ ആരാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒരു അല്പം മണ്ണ് തന്നെ, ആ മണ്ണ് കൊണ്ട് ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ടിട്ടതിന് ശേഷം അവിടെ യാഗപീഠം ഉണ്ടാക്കി ഇനി യഹോവയ്ക്കല്ല അത് വേറെ ആർക്കും യാഗം കഴിക്കില്ല, പ്രാർത്ഥന കഴിക്കില്ല. മതി, ഇതിനാ നോക്കിയിരുന്നത് ദൈവം, ഇതിനാ നോക്കിയിരുന്നത്. കാരണം ദുഷ്ടനല്ല കർത്താവ് ഇത് ചെയ്തിരിക്കുന്നതെന്നറിയാം. ദൈവത്തിന്റെ ജനമേ, ഈ ഇരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിനറിയാം ദൈവം ഒരിക്കലായി ചെയ്ത ഉപകാരം അവന്റെ ആയുഷ്കാലത്ത് മറക്കാത്ത ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ ജനം. ആ നന്ദി ആയുഷ്കാലം മുഴുവൻ ഉണ്ടാകും. ആ നന്ദിയിൽ നിന്ന് സ്തോത്രം പറയുമ്പോൾ ആ സ്തോത്രത്തിന്റെ ബലം എത്രയാണെന്നറിയാമോ? ഓ ഹല്ലേലൂയ! സ്തോത്രം. അതങ്ങനെ പോയി, അതൊന്നും പ്രശ്നമല്ല. 10 പേര് സൗഖ്യമാക്കി, 10 പേര് കുഷ്ഠരോഗികൾ സൗഖ്യമാക്കിയിട്ട് 9 പേരും അവരുടെ വഴിക്ക് പോയി. പക്ഷെ ഒരാൾ തിരിച്ചു വന്നു, അതിന് പോകാൻ കഴിയുന്നില്ല. 9 പേരും പോയി. 9 പേരും നമ്മൾ കണ്ടല്ലോ. ഈ തോപ്പുംപടിയും ഈ ഭാഗത്ത് ധ്യാനത്തിന് കൂടിയ ജനം എത്രയാ? ഒരു 30 വർഷം മുമ്പ്, ഏകദേശം ഒരു 30 വർഷത്തോളം മുമ്പ് ഇവിടെ കൂടിയ ധ്യാനത്തിന് കൂടിയ ജനം എന്തുവാ? എന്തിയേ കർത്താവ് സ്തോത്രം. എന്തിനാ ഈ വെള്ളവും ചെളിയും താണ്ടി ഇന്ന് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നതെന്ന് ഉടയവനറിയാം. അവനറിയാം ഇത് അടയാളമാണ്. ഹല്ലേലൂയ! നീ ദൈവത്തിനുള്ളവൻ എന്നുള്ളതിന്റെ അടയാളമാണ്. കാരണം തന്റെ വിളിയെ കുറിച്ച് അനുദപിക്കാത്തവനാ. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കുന്നില്ല. കാരണം അവൻ എന്നെ ആയുഷ്കാലത്ത് ഇന്നുവരെയും വിട്ട് മാറിയിട്ടില്ല, ഇനി വിട്ട് മാറുകയുമില്ല. ഓ ഹല്ലേലൂയ! സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ! ദൈവത്തിന്റെ സ്തോത്രം. അവൻ നിന്ന് പോവുകയാണ്. അവൻ പറയാണ്, ഇനി യഹോവയ്ക്കല്ലാതെ ഞാൻ ആരാധന കഴിക്കുകയില്ല. തീരുമാനമാണ്. ഇതിനല്ലയോ ദൈവം കാത്തിരുന്നത്? ഈ ഒരു ശബ്ദം ഇവനിൽ നിന്ന് വരാനല്ലയോ ദൈവം കാത്തിരുന്നത്? തന്റെ വിളിയെ കുറിച്ച് അനുസരിക്കാത്തവൻ, ക്രൂശിൽ താൻ ചൊരിഞ്ഞ രക്തം, താൻ അനുഭവിച്ച വേദന. ഒരാള് വേദന കൊണ്ട് പൊളയുമ്പോ അതിനെ അല്പം ആശ്വസിപ്പിക്കുന്നത് പോലെയാ എന്ത് കാണുന്നത്? ഇന്ന് ഒരു വിശ്വാസി ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാതെ വണ്ണം അവൻ ദൈവത്തിന് സ്തുതി പറയുമ്പോൾ അവന്റെ വേദനയെ സ്ഥാപിക്കുന്നതാണെന്ന് ഓർത്തു കൊടുക്കണം. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിയിൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ
അപ്പോ അവിടെ ചോദിക്കണ ചോദ്യം, കടം എവിടെ എത്തിച്ച്? ദൈവം മുൻകണ്ടിട്ടുള്ള ജനം, ദൈവം മുൻകണ്ടിട്ടുള്ള ഒരുത്തൻ, അവൻ കടപ്പാട് ഇന്ന് എവിടെ എത്തി? പൈസ കൊടുത്തൊഴിയാൻ നോക്കി, സാധിക്കില്ല. പൈസ വേണ്ട, ദ്രവ്യം അത് വേണ്ട, സ്വർണം അത് വേണ്ട, വസ്ത്രം ഒന്നും വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒടുവിൽ ചിന്തിച്ചു, ആരാധന തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി മുതൽ ആർക്കേ കൊടുക്കുള്ളൂ? ദൈവത്തിന് മാത്രമേ ആരാണോ. അപ്പൊ ദൈവത്തിന്റെ പൈതൽ കടപ്പെട്ടാൽ എന്തിലും അവസാനിക്കും? കടപ്പെടണ മനസ്സിലായോ? ഇത് ബുദ്ധിയുള്ളവരുണ്ട് ദൈവസഭയില് വന്നതിന് ശേഷം, ഒരുവനെ പിടിച്ചതിന് ശേഷം, അവന്റെ വിഷമസ്ഥിതി അറിഞ്ഞതിന് ശേഷം അവനെ അങ്ങോട്ട് അകമഴിഞ്ഞങ്ങ് സഹായിക്കും. സ്തോത്രം. സാത്താൻ അറിയാം, ഇവൻ ദൈവം കണ്ടവനാണ്. ഈ കടപ്പാട് ഇവന്റെ ആയുഷ്കാലത്ത് മറക്കില്ല. ഇനി ഇവൻ ആരുടെ പുറകെ പോകും? ഇനി ഇവൻ അവന്റെ പുറകെ പോകും. ഇങ്ങനെ ദൈവസഭയിൽ തെറ്റിക്കിടക്കുന്ന വിഷയം എത്രയാണെന്നറിയാവോ? ഇങ്ങനെ ദൈവത്തിന്റെ സഭയിൽ വീണ് കിടക്കുന്ന വിഷയം എത്രയാണെന്നറിയോ? പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിന്റെ ജനം പറയുകയാണ്, ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ആരോട് ഇത് ചെയ്യരുത്? സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിനും കടപ്പെട്ടിരിക്കും. കാരണം നിങ്ങൾ അറിയാതെ നിങ്ങൾ അങ്ങനെ സൃഷ്ടിച്ചതാ. കാരണം ഈ ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിച്ചത് അവരുടെ ഹൃദയം പ്രത്യേകതയാണ്. ഈ കൂട്ടത്തിലുള്ളതിൽ ഒരെണ്ണം പോയി ഒന്ന് വീഴാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആരാഗ്രഹിക്കുന്നത്? ശത്രു. അവന്റെ മുമ്പിൽ ഒന്ന് വന്ന് വീഴാൻ. ഇതിൽപ്പെട്ടത് ഏതിൽപ്പെട്ടത്? അതുകൊണ്ടാണ് പറയുന്നത് 60 വെപ്പാട്ടി 60 കുലീന പത്നിമാരും. ശലോമോൻ എത്ര പേരുണ്ട്? 60, 300 അത് വേറെ ഉണ്ട്. 60 കുലീന പത്നിമാരും, 80 വെപ്പാട്ടികളും, അസംഖ്യം കന്യകുമാരും എൻ്റെ കൊട്ടാരത്തിലുണ്ട്. എത്രയുണ്ട്? 60 കുലീന പത്നിമാർ, പിന്നെ 80 വെപ്പാട്ടികൾ, പിന്നെ അസംഖ്യം കന്യകുമാരും ഉണ്ട്. പക്ഷേ എൻ്റെ പ്രിയായവളോ? കാരണം അവൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ ആ വിഗ്രഹം വെച്ചിട്ട് അതിൻ്റെ മുമ്പ് അയ്യോ ആണ്ടവരെ എന്ന് പറഞ്ഞ് അങ്ങ് വീഴുമ്പോൾ അവനറിയാം. കാരണം ഈ വീഴുന്ന ഒരൊറ്റ എണ്ണം ചൊവ്വല്ല. അവനറിയാം ഇതിൽ ഒരൊറ്റ എണ്ണം ശരിയാണെന്ന്. കാരണം ഒരു സ്ഥലത്തിട്ടേക്കുന്നത് വിഗ്രഹത്തിൻ്റെ ഇതിൽ കൂടെ ഇട്ടേച്ച് തുടലിട്ടേച്ച് അവിടെ ഇട്ട് കൂട്ടി നല്ല ഗോതരൻ്റെ 2 താഴിട്ട് കൂട്ടിയാണ്. ഇല്ലെങ്കിൽ എന്നെ കുഴപ്പം. രക്ഷിക്കണേന്ന് പറഞ്ഞ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്തിട്ട് അത് ഒരു സ്ഥലത്ത് തൊഴാൻ ചെന്ന ഒരുത്തൻ അത് അടുത്ത് വിഗ്രഹം എടുത്തുള്ളൂ. അപ്പൊ അവിടെ വരുന്നവൻ ആരാ? വചനം പറയുന്നത് എന്താ? നിന്നെ വരിക്കുന്നവൻ, വേടൊന്ന് പറയണം, മറന്നു പോരും. നിന്നെ വരിക്കുന്നവൻ കുൽസിതൻ അത്രേ. ആര്? കുൽസിതൻ. വേദസ്വന്ന് കണ്ടുപിടിച്ചോളണം. ഈ പറയുന്നതിന്റെ എന്നാൽ ദൈവം മുൻകണ്ട ജനമുണ്ടല്ലോ. അവൻ സ്തോത്രം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് സ്തോത്രമാ. അഭിഷേകം പ്രാപിച്ചതിന്റെ സ്തോത്രം കണ്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട സ്തോത്രം കണ്ടിട്ടുണ്ടോ? ആർക്കെതിരേൽക്കാൻ കഴിയും? ഇസ്രായേലിന്റെ സ്തുതികൾമേൽ ശ്വസിക്കുന്ന ദൈവം ആർക്കെതിരേൽക്കാൻ പറ്റും? ആർക്കെതിരേൽക്കാൻ പറ്റും? കാരണം എവിടെ നിന്നറിയാവോ? സൈന്യങ്ങളുടെ ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം ചെയ്യും? ആയുഷ്കാലം മുഴുവനും അത് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. കർത്താവിനെ അറിഞ്ഞ വന്ന കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് മറ്റു മനുഷ്യന്റെ മാനം നോക്കാതെ എല്ലാം വിട്ട് കർത്താവിന് പിന്നാലെ ഇറങ്ങി തിരിച്ച നാൾ മുതൽ ഒരു ദൈവത്തിന്റെ പൈതൽ അവൻ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവമേ ഞാൻ എങ്ങനെ പകരം ചെയ്യും എന്ന് വിചാരിച്ച് നടക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഉണ്ട്. പ്രധാന സത്യം. ഞാൻ ഒരിക്കൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പിൽ അവിടെ നിന്ന് കയറിയപ്പോഴത്തേക്കും ആ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു സ്ത്രീ പറഞ്ഞ് കുറച്ചുകൂടെ പൊക്കിക്കോട്ടോ, ഇന്ന് സംഗതി മോശമാണ്, അവിടെ വെള്ളം ഉണ്ടോ, വെള്ളം അഴുക്ക് വെള്ളമൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ പൊക്കി ഇട്ട് എന്നിട്ടും ക്രിസ്തു നനഞ്ഞോ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആത്മാവ് പറഞ്ഞാന്നറിയാമോ? ക്രിസ്തു യേശുവിലുള്ള രക്ഷ
നിത്യ തേജസ്സോടുകൂടി അവന്റെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ സകലതും സഹിക്കുന്നു. മതി കർത്താവേ, മതി മതി. ഞാൻ കാല് വയ്ക്കുമ്പോൾ അത് മലത്തിലേക്കാണെങ്കിലും അത് മലിനതയിലേക്കാണെങ്കിലും ഇന്ന് ഒരു വ്രതന് ഈ ദൂതെത്തിക്കാൻ കഴിഞ്ഞാൽ പാടില്ല. എല്ലാം കൊടുക്കാം, എല്ലാം കൊടുക്കാം. ആരാധന മാത്രം കൊടുക്കരുത്. എല്ലാം കൊടുക്കാം. കാരണം അവന്റെ ആഗ്രഹം അതാണ്, എന്നെ ആരാധിപ്പാൻ. എന്റെ ജനത്തെ ഒറ്റ കാര്യം. കാരണം ഈ ഒരു കൂട്ടത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി സകല പ്രപഞ്ചവും ആഗ്രഹിക്കുക. ആരെ ആഗ്രഹറിയോ? ആരെന്നറിയോ? ഈ വന്ന് വീണതിന് ശേഷം ആത്മാർത്ഥയില്ലാത്ത ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയെന്ന് ഇതൊരു വിടുക, പണം വിടുക. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ. അപ്പോൾ അത് ഒരു മൃഗത്തിന്റെ തലയുള്ള ഒരു വിഗ്രഹം, അതിന് മുമ്പിൽ കൊണ്ടുപോയെന്ന് ഇതിടുക. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവരുടെ ഭാഷയല്ലേ, അവർ ചോദിക്കാം, പോതുമാ പോതുമാ, ഓ എത്ര ഇട്ടാലും മുഖം തെളിയാൻ മാട്ട് കൊടുക്കുന്നവൻ രണ്ടും ഒരുപോലെ. അത് രണ്ടും ഒരുപോലെയാ. ഇതാ കളിയല്ല, ഇതല്ല, ഇതല്ല, എനിക്കുള്ളതല്ല, ഞാൻ എന്നെ തന്നെ തരിക. അതെവിടെ കിട്ടും? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ളതിനെ അല്ല തരയുന്നത്, നിങ്ങളെയാണ് തരയുന്നത്. നിങ്ങൾക്കുള്ളതിനെ തരയുന്ന ദൈവങ്ങളുണ്ട്, അവരുടെ കാര്യമല്ല. പിന്നെയോ നിന്നെ തരയുന്ന ഒരു ദൈവം. കൃപയ്ക്കായി സ്തോത്രം. ഓ ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുന്നല്ലോ, ദൈവാത്മാവ് ഇടപെടുന്നല്ലോ. ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം, ദൈവശക്തിക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം. ഓ ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ധനമഴിക്കുന്ന ദൈവം, കെട്ടിടമഴിക്കുന്ന ദൈവം, ഉപകാരം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കൃപയ്ക്കായി സ്തോത്രം. സഭാമധ്യം ഉണ്ടാവുന്നവനെ, സഭയ്ക്ക് തലയും അടിസ്ഥാനവുമായിരിക്കുന്നവനെ. സ്തോത്രം, സ്തോത്രം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ ഒന്നിനും ബദ്ധനായിരിക്കുകയില്ല. എന്റെ ആരാധന, എന്റെ കടപ്പാട് ഒരുവനോട് മാത്രം, എന്റെ കടപ്പാട് ഒരുവനോട്. കർത്താവ് സ്തോത്രം. എന്റെ ആരാധന അവനുള്ളത്. കർത്താവ് സ്തോത്രം. ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ജനത്തെ ദൈവം നോക്കി അടയാള സഹിതം പറയുകയാണ്,
അടയാള സഹിതം അടയാളം നോക്കിയിട്ടാണ് പറയുന്നത്, അയ്യോ ഇവൻ എനിക്കുള്ളവൻ. കാരണം അവന്റെ ഒന്നുവരെയും ഞാൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും അവൻ മറന്നിട്ടില്ല. കർത്താവിന് സ്തോത്രം. ദൈവമേ കൃപയ്ക്കായി സ്തോത്രം. യേശുവേ ദൈവമേ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ജനമേ, ഇത് അടയാളമാകും, ഇത് അടയാളമാകും. അടയാളം നോക്കി അനുഗ്രഹിക്കണം. സമാമത്തെ ഉലാവിക്കൊണ്ട് അടയാളം നോക്കി നടക്കുന്നത് വെറുതെ ഇരുന്ന് സ്തോത്രം പറയാനല്ല. പിന്നെയോ എന്നെ പിടിവെച്ചവൻ ആരാന്നറിയാമോ? എന്നെ പിടിവെച്ചവൻ ആരാന്നറിയാമോ? എന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നറിയാമോ? ഞാൻ എങ്ങനെ മറക്കും? മറന്നാൽ ഞാൻ മനുഷ്യനോ അതോ മൃഗമോ? കർത്താവിന് സ്തോത്രം. ഇല്ല. ദൈവത്തിന്റെ വചനം ഇത് അടയാളമാണ്. ഓർത്തുകൊള്ളുക, ഇത് അടയാളമാണ്. ബാക്കി 9 പേരും പോയല്ലോ, പൊയ്ക്കോട്ടെ. ബാക്കി 9 പേരും പോയല്ലോ, പൊയ്ക്കോട്ടെ. ആ 9 പേര് പാപം ചെയ്താൽ അത് ഉടയവൻ കഷ്ടപ്പെടുന്ന ഇന്നെന്ന്. നീ ഒരുവൻ ഹൃദയം കൊണ്ട് ദോഷം ചിന്തിച്ചാൽ അപ്പൊ കഷ്ടപ്പെടുന്ന ഒരുവൻ എഴുന്നേറ്റിരിക്കുന്നു. അവനാണ് പറയുന്നത് നിന്റെ നിമിത്തമാണ് അവൻ വന്നത്, നിന്റെ നിമിത്തമാണ് കഷ്ടപ്പെട്ടത്, നിന്റെ നിമിത്തമാണ് ഇനിയും വരാനിരിക്കുന്നത്. അവൻ ചെയ്തതെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിന്റെ സ്തോത്രം. ഓ ഹല്ലേലൂയ. നീ മതി എന്നേശുവേ ഈ മാരുയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. നീ അല്ലാതാരുമില്ലേ നീറുന്ന ശോധനയിൽ, നീ അല്ലാതാരുമില്ലേ നീറുന്ന ശോധനയിൽ. താങ്ങിടുവാൻ പ്രിയനേ തള്ളരുതേഴയനെ, താങ്ങിടുവാൻ പ്രിയനേ തള്ളരുതേഴയനെ. നീ മതി എന്നേശുവേ ഈ മാരുയാത്രയിൽ കൂടെ നടന്നിടുവാൻ, നീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, നീർ തുടച്ചിടുവാൻ. സമയം പോയിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ സ്തോത്രം.